നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂവിളിയും ആർപ്പോവിളിയുമായി നാടും നഗരവും ഓണാഘോഷത്തിവർപ്പിൽ. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിലിൽ അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ. നാടെങ്ങും ആഘോഷ പരിപാടികൾ തുടരുന്നു. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ നാടെങ്ങും നബിദിന റാലികൾ. വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന റാലികളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികൾ. വിവിധ പരിപാടികളുമായി മഹല്ല് കമ്മിറ്റികൾ. വാർത്തകൾ വിശദമായി. ഉത്രാടപ്പാച്ചിലിൽ നാട്. ഓണം ഗംഗേമമാക്കാൻ ഓട്ടപ്പാച്ചിലായിരുന്നു നാടെങ്ങും മലയാളികൾ. പൊന്നിൻ ചിങ്ങ മാസത്തിലെ തിരുവോണത്തെ വരവേൽക്കാൻ എങ്ങുമുള്ള മലയാളികൾ ഒരുങ്ങി. നഗരത്തിൽ പലയിടത്തും നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. വിവിധ ആഘോഷ പരിപാടികളിൽ നാട് ആഘോഷത്തിവർപ്പിലാണ്. പൂവിളിയും ആർപ്പോവിളികളുമായി നാടും നഗരവും ഓണാഘോഷ ലഹരിയിൽ. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള മലയാളികൾ. തിരുവോണത്തിൻ്റെ വരവറിയിച്ച് ഇന്ന് ഉത്രാടം. ഓണം കെങ്കേമമാക്കാൻ ഉത്രാടപ്പാച്ചിലായിരുന്നു എങ്ങുമുള്ള മലയാളികൾ. രാവിലെ മുതൽക്ക് തന്നെ നഗരത്തിൽ പലയിടങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഓണക്കോടി എടുക്കുവാനും വിഭവസമൃദ്ധമായ സദ്യവട്ടം ഒരുക്കാനും പൂക്കളം തീർക്കാനുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു മലയാളികൾ. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും ഓണച്ചന്തകളിലും മാർക്കറ്റിലും പൂക്കടകളിലുമെല്ലാം തിരക്കോട് തിരക്കായിരുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴമൊഴി. ഓരോ വർഷവും ഓണം കെങ്കേമമാക്കാനുള്ള ലക്ഷ്യമായിരിക്കും മലയാളികളുടേത്. ഓണത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ മാതേര് വയ്ക്കൽ ചടങ്ങുകൾ ഇന്ന് ഉത്രാടത്തിൽ വീടുകളിൽ നടന്നിരുന്നു. അത്തം പിറന്നതോടെ നാടും നഗരവും ഓണാഘോഷ ലഹരിയിലാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റു സർക്കാർ ഓഫീസുകൾ ഇതിനകം ആഘോഷ പരിപാടികൾ നടന്നു കഴിഞ്ഞു. റെസിഡൻസ് അസോസിയേഷനുകൾ, വിവിധ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, മറ്റു കൂട്ടായ്മകൾ എന്നിവയുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ സജീവമായി നടന്നുവരുന്നു. അങ്ങനെ ആഘോഷിച്ച് മതിവരാതെ മലയാളക്കര. വീണ്ടും ഒരു തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി എങ്ങുമുള്ള മലയാളികൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ഇന്ന്. വിവിധ പള്ളികളിൽ നബിദിന റാലികളും നടന്നിരുന്നു. കുളപ്പുള്ളിൽ കൈത്തക്കര മുഹമ്മദ് കുട്ടി മുസ്ലിയാർ സംയുക്ത മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനമാണ് ഇന്ന്. നാടെങ്ങും വിവിധ പള്ളി കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചിരുന്നു. കുളപ്പുള്ളിയിലുള്ള കൈത്തര കുട്ടി മുസ്ലിയാർ സംയുക്ത മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ നബിദിന റാലി ആരംഭിച്ചു. ദഫ്മുട്ടിന്റെ അകമ്പടിയിൽ നൂറുകണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുത്തു. കുളപ്പുള്ളി ടൗൺ ചുറ്റിയ ശേഷം റാലി സമാപിച്ചു. 3 ദിവസങ്ങളായാണ് നബിദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രഭാഷണം, അന്നദാനം, സ്കൗട്ട്, ഫ്ലവർ ഷോ, ദഫ്, സമ്മാനദാനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉത്രാട ദിനത്തിൽ അയ്യങ്കുളത്തെ കർഷക വിപണിയിൽ ഉൽപ്പന്നങ്ങൾ സമൃദ്ധം. കോട്ടായി പഞ്ചായത്തിലെ അയ്യങ്കുളത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന VFPCKയുടെ സ്വാശ്രയ കർഷക വിപണിയും സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷക വിപണിയും കർഷകർക്ക് ആശ്വാസമാണ്. എല്ലാ ദിവസവും അയ്യങ്കുളത്തെ കാർഷിക വിപണി സജീവമാണെങ്കിലും ഓണമായതോടെ പതിവിൽ കവിഞ്ഞ് വിപണനം. ഉത്രാട ദിനമായ ചൊവ്വാഴ്ച ഉൽപ്പന്നങ്ങൾ സമൃദ്ധവും വ്യാപാരികളുടെ വൻ തിരക്കുമായിരുന്നു. കോട്ടായി പഞ്ചായത്തിലെ അയ്യങ്കുളത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന VFPCKയുടെ സ്വാശ്രയ കർഷക വിപണിയും സമാന്തരമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കർഷക വിപണിയും കർഷകർക്ക് ആശ്വാസമാണ്. കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ അതിരാവിലെ തന്നെ വിപണിയിലെത്തിക്കും. വിപണിയിലെ തൊഴിലാളികൾ തൂക്കിക്കണക്കാക്കി ലേലത്തിന് നിരത്തിവെക്കും. വെണ്ട, പയർ, കുമ്പളം, മത്തൻ, നാളികേരം, ചേന, ചേമ്പ്, വാഴക്കുല തുടങ്ങി നൂറുകണക്കിന് ഇനം പച്ചക്കറികൾ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തനൂർ, കുഴൽമന്ദം, പറളി, പിരായിരി, മങ്കര, മുണ്ടൂർ തുടങ്ങി
വിവിധ പഞ്ചായത്തുകളിലെ കർഷകരും ലേലം ചെയ്തു വിൽക്കാൻ വിപണിയിലെത്തും. രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ലേലം ആരംഭിക്കും. ലേലം ചെയ്തെടുക്കാൻ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് വ്യാപാരികളും എത്തിയിട്ടുണ്ടാകും. ലേലത്തിൽ വിറ്റ സാധനത്തിന്റെ നിശ്ചയ ശതമാനം തുക കിഴിച്ച് കർഷകർക്ക് നൽകും. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഏറെ സഹായമായി പ്രവർത്തിക്കുന്ന കാർഷിക വിപണിയെ ആശ്രയിക്കുന്ന കർഷകരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നുണ്ട്. ലേല സമയത്ത് അയ്യങ്കുളം ജംഗ്ഷനിൽ കച്ചവടക്കാരും കർഷകരും ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളുമായി ശരിക്കും പൂരത്തിന് സമാനമായ കാഴ്ചയാണ് അനുഭവപ്പെട്ടത്. ഉത്രാടപ്പാച്ചിലിൽ മലയാളി സമൂഹം. അതേസമയം പുതിയ കാലത്ത് തനിമ നഷ്ടപ്പെട്ട ഓണമാണെന്നും എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നെന്നും പഴമക്കാർ പറയുന്നു. ഉത്രാടപ്പാച്ചിൽ എന്ന ചൊല്ല് മലയാളിക്ക് പരിചിതമാണ്. ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങളിൽ മലയാളി സമൂഹം വ്യാപൃതരാണ്. ഓണക്കോടിയെടുക്കുന്നതിലും ഓണസദ്യക്കുള്ള വിഭവങ്ങൾ തികയ്ക്കുന്നതിലും ഒന്നിലും കുറവ് വരാതെ എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന തിരക്കിലാണ്. അതേസമയം പുതിയ കാലത്ത് തനിമ നഷ്ടപ്പെട്ട ഓണമാണെന്നും ആഘോഷങ്ങളെല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടു എന്നും പഴമക്കാരുടെ പരാതി. ഇന്ന് ഇൻസ്റ്റന്റ് ഓണമാണ്. പഴയ കാലത്ത് ഓണത്തിന്റെ ഒരുക്കങ്ങൾ മാസം മുൻപേ തുടങ്ങും. ഭൂരിഭാഗം കുടുംബങ്ങളും പട്ടിണിയാണെങ്കിലും ഓണാഘോഷത്തിൽ അതൊന്നും ബാധിക്കാറില്ല. കാണം വിറ്റും ഓണമുണ്ണാൻ ഓടിയെത്തുന്ന കാഴ്ചയായിരിക്കും. ഓണക്കോടി ഓരോ കുടുംബങ്ങൾക്കും അതിവിശിഷ്ടമായിരിക്കും. ഇന്നത്തെ കാലത്ത് എല്ലാം മാർക്കറ്റ് കൈയടക്കി. ഓണസദ്യക്കുള്ള ഇല പോലും ഓർഡർ അനുസരിച്ച് വീട്ടിലെത്തും. ആദ്യകാലങ്ങളിൽ അത്തം മുതൽ ഓരോ വീടുകളും മുന്നിലും പൂക്കളം ഒരുക്കും. വീടിന്റെ മുറ്റം മണ്ണുകൊണ്ട് മെഴുകി ചാണകം തളിച്ച് കമനീയമാക്കിയാണ് പൂക്കളിടുക. പൂക്കളത്തിനുള്ള വിവിധയിനം നാട്ടിൻപുറങ്ങളിലുള്ള പറമ്പുകളിൽ നിന്നും വയൽവരമ്പുകളിൽ നിന്നും വേലിപ്പടർപ്പുകളിൽ നിന്നും ശേഖരിക്കും. പൂക്കളറുക്കാൻ കൊട്ടയും മുറവുമായി അയൽ വീടുകളിലെ കുട്ടികൾ ഒരുമിച്ച് പോകുന്ന കാഴ്ച മധുരിക്കുന്ന ഓർമ്മയാണെന്ന് റിട്ടയർഡ് അധ്യാപകനും മുതിർന്നയാളുമായ കോട്ടായി ശാസ്താപുരം സുബ്രഹ്മണ്യൻ മാസ്റ്റർ പറഞ്ഞു. അമ്പലക്കുളവും ചാടി മാവേലിയും അങ്ങ് എഴുന്നള്ളിച്ച് പൂവേ പൊലി പൂവേ പൊലി പൂവേ എന്നുള്ളതായ ഈ പാട്ടൊക്കെ പാടിയിട്ട് അന്ന് ഓണം ആഘോഷിച്ചായിട്ടുള്ളതായ കാര്യങ്ങൾ എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വളരെ സമൃദ്ധമായ ആഘോഷമാണ് ഓണം. ഇതിൻ്റെ പൊലിമ നഷ്ടപ്പെടാതിരിക്കാനും ഇത് നന്നായി മുന്നോട്ട് പോകുന്നതിനും നമുക്ക് സാധിക്കട്ടെ. അതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓണത്തിന് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓണാഘോഷത്തിന്റെയും മലയാള മാസത്തിന്റെയും ഭാഗമായി സൗഹൃദം ദേശീയവേദി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് പബ്ലിക് ലൈബ്രറിയിൽ ഓണം കലാസൗഹൃദ സംഗമം നടത്തി. സംഗമം കവി VR കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കലാസൗഹൃദ സംഗമത്തിൽ ഓണക്കവിയരങ്ങ്, പാട്ട്, നൃത്തം എന്നിവ നടന്നു. സംഗമത്തിൽ കലകൾ അവതരിപ്പിച്ചവർക്കും സൗഹൃദം തിയേറ്റേഴ്സിന് നാടക കലാകാരന്മാർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കവി രവീന്ദ്രൻ മലയങ്കാവ്, നൃത്ത കലാകാരി അനുമിതയെ ആദരിച്ചു. പ്രസിഡന്റ് PV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. അക്ബർ ബാദുഷ, HP ആന്റണി റോബർട്ട്, കനകൻ പാടത്തുവീട്, ഫാത്തിമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കൈതപൂത്ത് വരമ്പിലൂടന്നു നാം കൈപിടിച്ചു നടന്നേ പോയതും, കൈതപൂത്ത് വരമ്പിലൂടന്നു നാം കൈപിടിച്ചു നടന്നേ പോയതും, ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണം കളറാക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലഞ്ചിറ കൈത്തിരി ഗ്രാമം. ഓണമായതോടെ കൈത്തറി വസ്ത്രങ്ങൾക്ക് പേരുകേട്ട കല്ലഞ്ചിറയിൽ എത്തിയത് ആയിരങ്ങളാണ്. ഓണവിപണിയെ മുൻകൂട്ടി കണ്ട് വൈവിധ്യമാർന്ന വസ്ത്രങ്ങളാണ് കല്ലഞ്ചിറ കൈത്തറിയിൽ നെയ്തെടുത്തത്. വസ്ത്രധാരണത്തിലെ ആധുനിക സങ്കല്പങ്ങൾക്ക് ഊടും പാവും നൽകി നെയ്ത്ത് തൊഴിലാളികൾ പ്രദേശത്തെയാകെ വിൽപ്പനശാലകളാക്കിയിരുന്നു. പാലക്കാട്ടെ പെരുവമ്പിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് ഗ്രാമമാണ് കല്ലഞ്ചിറ. പണ്ട് വസ്ത്രം നെയ്യുന്നതിനായി കർണാടകയിൽ നിന്ന് രാജാക്കന്മാർ ക്ഷണിച്ചു കൊണ്ടുവന്നവരുടെ പിൻതലമുറക്കാരാണ് ഇന്നും കല്ലഞ്ചിറയുടെ കൈത്തറി പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നത്. കല്ലഞ്ചിറയിലെത്തിയാൽ റോഡിന്റെ ഇരുവശവും കൈത്തറി വിൽപ്പനശാലകളാണ്. തറിയുടെ ഈരടിയിൽ ജീവിതത്തിന്റെ ഇഴകൾ ചേർക്കുന്ന തൊഴിലാളികൾക്ക്
ഓണക്കാലം സമൃദ്ധിയുടെ നാളുകളാണ്. പാരമ്പര്യത്തിന്റെ ഇഴയടുപ്പവും വ്യത്യസ്തമായ കൈത്തറി ഉൽപ്പന്നങ്ങളും തേടി നിരവധി പേരാണ് കല്ലഞ്ചിറയിലെത്തുന്നത്. നേരത്തെ പ്രാദേശിക വിൽപ്പന മാത്രമായിരുന്നെങ്കിൽ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം തുടങ്ങി മുഴുവൻ ജില്ലകളിൽ നിന്നും വസ്ത്രം വാങ്ങിക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. കല്ലഞ്ചിറയിലെ പാരമ്പര്യ കൈത്തറി വസ്ത്രങ്ങൾ കടൽ കടന്നും പെരുമ നേടുന്നതായി തുണി വ്യാപാരി ഗണേശൻ പറഞ്ഞു. ഓൺലൈൻ വഴിയും വിൽപ്പന വർദ്ധിച്ചിരിക്കുകയാണ്. ഓണമുണ്ടിൽ ജാക്കാട്ട് ഡിസൈൻ ഡബിളാണത്രേ ആവശ്യക്കാരേറെ. സാരിയിൽ പ്ലെയിൻ കസവിനും മൈക്രോ ചെക്കിനും ജക്കാട്ട് പട്ടുസാരിക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. കസവ് മുണ്ടിനും സാരിക്കും 1800 രൂപ മുതൽ വില ആരംഭിക്കുന്നു. സാരിയിൽ 15,000 മുതൽ 20,000 കടന്ന് മുന്നോട്ട് പോകുന്ന ഡിസൈനുകളും ലഭ്യമാണ്. പ്രദേശത്തെ നെയ്ത്തുകാരെയും തറയിൽ അവർ വസ്ത്രം നെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനും ഗണേശൻ മടിക്കാറില്ല. ഒരു കാലത്ത് 1000-ലേറെ നെയ്ത്ത് തൊഴിലാളികളും നിരവധി തറികളും സജീവമായിരുന്ന പ്രദേശമായിരുന്നു കല്ലഞ്ചിറ. എന്നാൽ ഇന്ന് 100-ൽ താഴെ തൊഴിലാളികൾ മാത്രമാണ് ജോലി ചെയ്യുന്നതെന്ന് മുതിർന്ന നെയ്ത്ത് തൊഴിലാളിയായ ഗുരുവായൂരപ്പൻ പറയുന്നു. പുതിയ തലമുറ ഈ തൊഴിലിലേക്ക് എത്താത്തതാണ് പ്രധാന വെല്ലുവിളികൾ. മറ്റൊരു തൊഴിൽ അറിയാത്തതിനാൽ നെയ്ത്ത് ഉപേക്ഷിക്കാനും കഴിയില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു. 2 പേർ ചേർന്ന് ഏകദേശം 2 ദിവസം അധ്വാനിച്ചാണ് ഒരു സാരി പൂർത്തിയാക്കുന്നത്. വലിയ അധ്വാനം ആവശ്യമുള്ള ജോലിയാണെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. പരമ്പരാഗതമായിട്ട് തൊഴിൽ നെയ്ത്താണ്. നമ്മുടെ മുത്തശ്ശിൻ്റെ കാലത്തൊക്കെ തുടങ്ങിയതാണ് ഈ പരിപാടി. എനിക്കിപ്പോൾ 60 വയസ്സായി. ഞാൻ 13 വയസ്സിൽ തുടങ്ങിയാണ് ഈ കൈത്തറി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പട്ടിനെ കുറിച്ച് എന്താ പറയുക? പട്ട് നല്ല പട്ടാണ്. കല്ലഞ്ചിറ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല കാലമായിട്ട് എല്ലാ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണ് തൊഴിൽ ആളില്ല, അതാണ് മെയിൻ പ്രോബ്ലം. ഒന്നാമത് കൂലിയും പോരാ. അതായത് 500 രൂപ സമ്പാദിക്കാൻ 2 പേര് പാടുപെടണം. ഈ സാധനം ഒരാൾ ഉണ്ടാക്കണം, ഒരാൾ ചുറ്റി കൊടുക്കണം, ഒരാൾ നെയ്യുമ്പോൾ അങ്ങനെ 500 രൂപ സമ്പാദിക്കാൻ 2 ആൾ പാടുപെടണം. അതൊക്കെയാണ് സംഭവം. ഓണത്തിന് കുഴപ്പമില്ല. നമ്മളിപ്പോൾ സൊസൈറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നെയ്ത്ത് തൊഴിലാളികൾക്കായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഒരു സൊസൈറ്റി ഇപ്പോൾ അടച്ചുപൂട്ടിയ നിലയിലാണ്. അത്തരത്തിലുള്ള സംവിധാനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചാൽ തൊഴിലാളികൾക്ക് കൂടുതൽ സഹായകരമാകുമെന്നാണ് നെയ്ത്തുകാരുടെ പ്രതീക്ഷ. ഓണവിപണിയിൽ കല്ലഞ്ചിറയുടെ കൈത്തറിക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും ഈ പാരമ്പര്യം അടുത്ത തലമുറയിലേക്കും കൈമാറണമെങ്കിൽ കൂടുതൽ പിന്തുണയും ഇടപെടലും വേണമെന്നാണ് നെയ്ത്തുകാരുടെ ആവശ്യം. ഓണവിപണിയുടെ തിരക്കിൽ കല്ലഞ്ചിറയിലെ തറികൾ ഇപ്പോൾ കഴിയുന്നത്ര വേഗത്തിലാണ് ചലിക്കുന്നത്. തലമുറകളായി കൈമാറിയ ആ താളം നിലയ്ക്കാതിരിക്കണമെന്നാണ് നെയ്ത്തുകാരുടെ ആഗ്രഹം. ഇവിടെ നോക്കിയാൽ അറിയാം, തിരക്കൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് എപ്പോഴും നമ്മൾ ഇതേപോലെ ഓണത്തിന് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ ഇപ്പോൾ ഒരു 10 നിന്ന് 15% വരെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓണ കളക്ഷൻ ഫുള്ളായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള സാരീസൊക്കെ ഇവിടെ ഫുൾ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ആയാലും ഏത് വേണമെങ്കിലും ഇവിടെ പർച്ചേസ് ചെയ്യാം. ഇവിടെ നെയ്ത്തേരി ഗ്രാമമാണിത്. അപ്പോൾ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാം. ഓർഡർ പ്രകാരം നമ്മളിവിടെ അതേപോലെ തന്നെ സൈഡിൽ സ്റ്റിക്കറിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കും മുണ്ടിൽ വർക്കും, അതേപോലെ യൂണിഫോം ഓർഡർ, യൂണിഫോം സാരി, യൂണിഫോം സെറ്റ് മുണ്ടുകൾ, ചുരിദാർ മെറ്റീരിയൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഡ്രസ് കോഡായിട്ട് എല്ലാം അവൈലബിൾ ആണ്. ഏത് വേണമെങ്കിലും കൈത്തറി തന്നെ ചെയ്ത് കൊടുക്കും സാർ. ഇവിടെ തന്നെ നെയ്ത് കൊടുക്കുന്ന സാധനമാണ് എല്ലാം. കൈത്തറി നെയ്ത്തൊക്കെ വേണമെന്നില്ലെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നെയ്ത്ത് ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്തേവാസികൾക്കായി ഓണമാഘോഷം സംഘടിപ്പിച്ചു. അന്തേവാസികൾക്ക് ഓണപ്പുടവി സമ്മാനിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കുളപ്പുള്ളിയിലുള്ള അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്തേവാസികൾക്ക് ഓണാഘോഷം സംഘടിപ്പിച്ചു. ട്രസ്റ്റ് ചെയർമാൻ MR മുരളിയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിന്റെ ഭാഗമാണല്ലോ അഭയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. 2003 ആരംഭിച്ച അഭയം ഇന്ന് 20 വർഷം പിന്നിട്ട് വിവിധ മേഖലകളിൽ സേവനം നടത്തുന്ന ഒരു സന്നദ്ധ പ്രസ്ഥാനമായി എല്ലാവരും അറിയുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് മാറിയതിൽ നമുക്കൊക്കെ നന്നായി അഭിമാനിക്കാൻ വകയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സതീശൻ മാഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ കൂട്ടായ്മകൾ വളരെ ബോധപൂർവം സൃഷ്ടിക്കേണ്ടതുണ്ട്. സതീശൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രഞ്ജിത്ത്, മനോജ്, ഭവദാസൻ ഉണ്ണി മാസ്റ്റർ, രതീഷ്, ഷൊർണൂർ വിജയൻ, രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അന്തേവാസികൾക്ക് MR മുരളി ഓണപ്പുടയും സമ്മാനിച്ചു.
ചടങ്ങിൽ അഭയം ട്രസ്റ്റ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര മാങ്കുരിശി ഭരതക്കാട് തെക്കുമുറി വേല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. തുടർച്ചയായ 4ാം വർഷമാണ് വേല കമ്മിറ്റി കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. വാർഡ് മെമ്പർ സുനീഷ് ഭരതക്കാട് അധ്യക്ഷത വഹിച്ചു. മാങ്കുരിശി സ്കൂൾ അധ്യാപകൻ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓണക്കിറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്നുള്ള ഒരു സന്ദേശം നമ്മളുടെ ഇടയിൽ, നമ്മുടെ വരുന്ന തലമുറകൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടത്തെ നമ്മുടെ ചേർന്നിരിക്കുന്ന ഇന്നത്തെ ഈ പരിപാടിയുടെ നേട്ടം സാധ്യമാകുള്ളൂ. കാരണം ഇന്ന് ഓണാഘോഷം കഴിഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി, അതായിരിക്കണം ഇവിടുത്തെ ഈ പരിപാടിയുടെ ലക്ഷ്യം. തൻ്റെ ജീവിതം എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായിരിക്കണം എന്നുള്ള ഒരു സന്ദേശം എല്ലാ മനസ്സുകളിലും ആ പ്രകാശകിരണം എല്ലാ മനസ്സിലും ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ ഈ പരിപാടിയുടെ നേട്ടം പൂർണ്ണമായും സാധിക്കുന്നത്. ഷിജു ഭരതക്കാട് സ്വാഗതവും ശ്രീരാഗ് BK നന്ദിയും പറഞ്ഞു. BV ശരത് ബാബു, KA കുഞ്ഞുണ്ണി, KA കുഞ്ചുണ്ണി, BR ജനാർദ്ദനൻ, ബാലൻ, BK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. RSP മുണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും നിർധനർക്കുള്ള ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. 100 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. അപ്പോൾ ഈ മഹാബലി ഇങ്ങനെ രാജ്യം ഭരിച്ചപ്പോൾ അത് ലോകം മുഴുവൻ അങ്ങനെ ഇതിൻ്റെ പ്രസക്തി അങ്ങനെയായി. അപ്പോൾ നമ്മുടെ മഹാവിഷ്ണു അതെന്താണെന്ന് അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ദാനം കൊടുക്കുന്ന ആളാണല്ലോ, ഇവരൊന്ന് പരീക്ഷിക്കാൻ പറഞ്ഞ് മഹാവിഷ്ണു ഭൂമിയിൽ വന്ന് ബ്രാഹ്മണ വേഷം ധരിച്ച് എന്തെങ്കിലും ഭിക്ഷ തരുമോ പറഞ്ഞു. അപ്പോൾ എന്താ ആവശ്യപ്പെടുന്നത്? 3 കാര്യങ്ങൾ, വേറെ 3 വരന്മാരെ എന്ത് വേണം ചെയ്തു തരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ആവശ്യപ്പെട്ടത് 3 അടി മണ്ണ് വേണം പറഞ്ഞു. അപ്പോൾ 3 അടി മണ്ണ് വേണപ്പെടുത്ത അതിൻ്റെ 3 അടി മണ്ണല്ലേ തരാമെന്ന് രാജാവ് പറയുകയും ചെയ്തു. RSP നേതാവ് മുണ്ടൂർ ബാലകൃഷ്ണൻ, ലോക്കൽ സെക്രട്ടറി രാജഗോപാലൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ പഴനി, തങ്കപ്പൻ, രജനി, ശാന്തകുമാരി, ലിൻഡ എന്നിവർ ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി സെൻട്രൽ അസാസുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട്, അർബനമുട്ട് തുടങ്ങിയവ കാണികൾക്ക് ഹരമായി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ പള്ളികളിലും മദ്രസകളിലും നബിദിനാഘോഷ പരിപാടികൾ നടന്നു. അറേബ്യൻ മണലാരണ്യങ്ങളിൽ അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി ജനിച്ചു. ജനനത്തിനു മുമ്പേ പിതാവ് മരണപ്പെട്ടു. 6ാം വയസ്സിൽ മാതാവും മരിച്ചു. തികച്ചും അനാഥനായി വളർന്നു. പിതാമഹന്റെയും പിതൃവിൻ്റെയും സംരക്ഷണയിൽ വളർന്നു വന്നു. 40ാമത്തെ വയസ്സിൽ മക്കയുടെ സമീപമുള്ള നൂർ പർവ്വതത്തിലെ ഹീറ ഗുഹയിൽ ധ്യാനത്തിലിരിക്കെ ദൈവത്തിന്റെ വെളിപാട് ലഭിച്ചു. അന്നു മുതലാണ് പ്രവാചക പദവിക്ക് അർഹനായത്. 40 വയസ്സ് മുതൽ 63ാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ 23 കൊല്ലം കൊണ്ട് പ്രവാചകൻ സൃഷ്ടിച്ചെടുത്ത വിപ്ലവം തുല്യതയില്ലാത്തതാണ്. മനുഷ്യൻ ദൈവത്തിന്റെ ആദരണീയ സൃഷ്ടി. എല്ലാ മനുഷ്യരും ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും ഉത്ഭവിച്ചവരാണ്. അതിനാൽ എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. ജാതിയുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ വംശത്തിന്റെയോ പേരിൽ ആരും ആരെയും ചൂഷണം ചെയ്യരുത്. ആരും ആരുടെ മേലും ആധിപത്യം ചമയരുത്. പരസ്പരം സ്നേഹിച്ചും ഉപകാരങ്ങൾ ചെയ്തും ജീവിക്കുക. ഒരു കാരണവശാലും ആരെയും അകറ്റി നിർത്തരുത്. ഉച്ചനീചത്വങ്ങളും സാമൂഹ്യ അസമത്വങ്ങളും പ്രവാചകൻ ഇല്ലാതാക്കി. മനുഷ്യരെ പോലെ തന്നെ ജീവിക്കുന്ന ചുറ്റുപാടിനെയും സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച പരിസ്ഥിതി സ്നേഹവും സംരക്ഷണവും ഓരോരുത്തരെയും കടമയായി നിശ്ചയിച്ചു. കോട്ടായി സെൻറ്റർ അസാസുൽ ഇസ്ലാം മദ്രസ നബിദിന റാലി കാണാനും മധുരപാനീയങ്ങൾ വിതരണം ചെയ്യാനും റോഡിനിരുവശവും നിരവധി പേർ എത്തിയിരുന്നു. റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട്, അർബനമുട്ട് തുടങ്ങിയ കാണികൾക്ക് ഹരമായി. മദ്രസ പ്രധാനാധ്യാപകൻ അഷറഫ് ഫൈസി നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ മേഖലയിലെ മസ്ജിദുകളിൽ നബിദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നബിദിനത്തോടനുബന്ധിച്ച് നടത്തിയ റാലിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. റാലിയിൽ മഹല്ല് നിവാസികളും അണിനിരന്നു. മണ്ണൂർ തെരുവ്, പടിപ്പുരക്കാട്, കോട്ടക്കുന്ന് പള്ളികളിൽ മദ്രസ വിദ്യാർത്ഥികളുടെ റാലിയുണ്ടായിരുന്നു. ദഫ്മുട്ട്, മീലാദ് ഗാനവും ആലപിച്ചായിരുന്നു റാലി. മുന്നിൽ വിദ്യാർത്ഥികളും പിന്നിൽ ബാനർ പിടിച്ച് മഹല്ല് നിവാസികളും അണിനിരന്നു. വിവിധ ടൗൺ കേന്ദ്രമാക്കി കുട്ടികളുടെ കലാപരിപാടികളും അവതരിപ്പിച്ചു. താളത്തിൽ
മഴ പോലും വകവയ്ക്കാതെയായിരുന്നു റാലി. രാവിലെ പള്ളികളിൽ മൗലീദ് പാരായണം ഉണ്ടായി. തുടർന്ന് 7:30 അതാത് പള്ളി കമ്മിറ്റി പ്രസിഡന്റുമാർ പതാക ഉയർത്തിയാണ് റാലിക്ക് തുടക്കമായത്. റാലിയിൽ പങ്കെടുത്തവർക്ക് വഴിയിലുടനീളം നാട്ടുകാർ മധുരവും പായസവും നൽകിയിരുന്നു. മഴ മൂലം ചില പള്ളികളിൽ റാലി ഉപേക്ഷിച്ചിരുന്നു. ഉച്ചയ്ക്ക് ജാതി മതഭേദമന്യേ ഭക്ഷണ വിതരണവും ഉണ്ടായി. വൈകിട്ട് പള്ളി മദ്രസകളിൽ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. കുട്ടികളുടെ റാലിയും കളിയും കാണാൻ വലിയൊരു ആൾക്കൂട്ടം തന്നെ പാതയോരങ്ങളിൽ തടിച്ചുകൂടിയിരുന്നു. മണ്ടൂർ കോട്ടക്കുന്ന് പള്ളിയിൽ രാവിലെ പള്ളി പ്രസിഡന്റ് ഷാംബിക്കൽ അബ്ദുൾ റഹ്മാൻ പതാക ഉയർത്തി. മങ്കര റെയിൽവേ സ്റ്റേഷൻ ഹയാത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് മിക്താദ് പതാക ഉയർത്തി. ഖത്തീബ് അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി പൈങ്ങളൂർ റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. കനത്ത മഴ വകവയ്ക്കാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നബിദിന ആഘോഷ പരിപാടികൾ കാണാനെത്തി. കനത്ത മഴ വകവയ്ക്കാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നൂറുകണക്കിന് സ്ത്രീകളും നബിദിനാഘോഷ പരിപാടികൾ കാണാനായി എത്തി. തിങ്കളാഴ്ച രാവിലെ സുബൈ നമസ്കാരത്തിന് ഉസ്താദ് റഷീദ് സഗതി ബാങ്ക് വിളിച്ചതോടെ വിശ്വാസികൾ പള്ളിയിലെത്തിയും തുടർന്ന് മൗലൂദ് പാരായണവും നടന്നു. തുടർന്ന് നടന്ന നബിദിന പതാക ഉയർത്തൽ കർമ്മം മഹല്ല് സെക്രട്ടറി ഹംസ പുറക്കാട്ടിൽ നിർവഹിച്ചു. പള്ളി വൈസ് പ്രസിഡന്റ് അലി ചെറുളിയിൽ, ജോയിന്റ് സെക്രട്ടറി മുസ്തഫ, മറ്റു ഭാരവാഹികളും നാട്ടുകാരും സന്നിധരായിരുന്നു. ഈ സമൂഹത്തിലൂടെ കേരളത്തിന്റെ തിരുമാറുകളിലൂടെ ഇന്നേ ദിവസം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരന്ന് സന്ദേശം നൽകിക്കൊണ്ടുള്ള റാലിയാണ്. എന്താണ് ഈ പൊതുസമൂഹത്തിൽ സമർപ്പിക്കാനുള്ള സന്ദേശം? ഈ പ്രാവശ്യം വളരെ സൗന്ദര്യമുള്ള ഒരു നബിദിനമാണ്. കാരണം നമുക്ക് മാത്രമല്ല സന്തോഷമുള്ളത്. നബിദിനം കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നത് പോലെ നമ്മളുടെ സഹോദര മതസ്ഥർ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വേളയാണ്. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോ ഗാനവും ദഫ്മുട്ടും നടന്നു. മഴ കാരണം ഇത്തവണ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നബിദിന ഘോഷയാത്ര പൈങ്കുളം സ്കൂൾ പരിസരം വരെ പോവുകയും തുടർന്ന് തിരിച്ചെത്തുകയും ചെയ്തു. തുടർന്ന് ഉച്ചയ്ക്ക് മഹാന്നദാനവും വീടുകളിലേക്ക് എത്തിച്ചു. വൈകുന്നേരം 6 മണി മുതൽ മേച്ചേരിക്കുന്ന സംഗമം ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടനകുറിശി വില്ലേജ് അതുൽ ഉൽ മദ്രസയിൽ മിലാദ് എക്സ്പോ സംഘടിപ്പിച്ചു. മഹല്ല് സെക്രട്ടറി കെ മുഹമ്മദ് കുട്ടി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. റബിയ അനുഗ്രഹങ്ങളുടെ വസന്തകാലം എന്ന പ്രമേയത്തിൽ നടക്കുന്ന മഹല്ല് മിലാദ് ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് എക്സ്പോ സംഘടിപ്പിച്ചത്. വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാനുഷിക സ്പർശിയായ സന്ദേശങ്ങൾ കൂടുതൽ പഠനവിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഫാമിലി മാഗസിൻ, ഹാൻഡിക്രാഫ്റ്റ്, നിർമ്മാണ മത്സരങ്ങളുടെ എൻട്രികൾ ഉൾപ്പെടെ വിവിധ വസ്തുക്കൾ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു. എഴുത്തും വായനയും കുറഞ്ഞുവരുന്ന പുതിയ കാലത്ത് പഴമയിലേക്ക് മടങ്ങുക എന്ന ലക്ഷ്യത്തോടെ ഒരു കുടുംബത്തിലെ എല്ലാവരും ചേർന്നിരുന്ന് സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ കയ്യെഴുത്ത മാഗസിനുകൾ പ്രദർശനത്തിൽ ശ്രദ്ധേയമായിരുന്നു. കുടുംബങ്ങളുടെ സർഗാത്മകവും വൈജ്ഞാനികവുമായ വളർച്ചയ്ക്ക് പുതിയൊരു വെളിച്ചം പകരുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കുട്ടികളുടെയും മുതിർന്നവരുടെയും നൈസർഗിക കലാവാസനകളും ക്രിയേറ്റിവിറ്റിയും ഏകാഗ്രതയും വളർത്തുന്നതിനായാണ് ഹാൻഡിക്രാഫ്റ്റ് മത്സരം സംഘടിപ്പിച്ചത്. നിത്യോപയോഗ സാധനങ്ങളും വീട്ടുപകരണങ്ങളും ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ആകർഷകവും നവീനവുമായ നിരവധിയേറെ സൃഷ്ടികളാണ് മത്സരത്തിൻ്റെ ഭാഗമായി ഒരുക്കിയത്.
പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടോപകരണങ്ങൾ, അളവുപാത്രങ്ങൾ, അപൂർവ ഇനം നാണയങ്ങൾ, വിദേശ രാജ്യങ്ങളിലെ പൈതൃക മുദ്രകൾ, ആതിഥ്യമര്യാദയുടെ സൂചകങ്ങളായ ഉൽപ്പന്നങ്ങൾ, കുട്ടികളുടെ കൊച്ചു ശാസ്ത്ര പരീക്ഷണങ്ങൾ എന്നിവയും പ്രദർശനത്തിന് മാറ്റുകൂട്ടി. നേരത്തെ എക്സ്പോയുടെ ഉദ്ഘാടനം വാരണാസി വില്ലേജ് മഹല്ല സെക്രട്ടറി കെ മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. മഹല്ല ഖത്തീബും മദ്രസ പ്രധാന അധ്യാപകനുമായ UA റഷീദ് അസ്ഹരി അൽ ഹിഗമി അധ്യക്ഷനായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനവ സ്പർശിയായ സന്ദേശങ്ങളെ ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ലേഖനമായും കഥയായും കവിതയായും ഒക്കെ പഴയ ഓർമ്മയിലുള്ള കയ്യെഴുത്ത് മാസികയിലൂടെ ഒരു പുസ്തകമാക്കി മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് നമുക്ക് എഴുത്തും വായനയും ഒക്കെ വളരെ സജീവമായിരുന്നു. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ്. അവിടെ നമുക്ക് കൈമോശം വരുന്ന വായനയെയും എഴുത്തിനെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തയ്യാറാക്കിയ മാസികകളും അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ, ഹാൻഡിക്രാഫ്റ്റുകൾ, ഇസ്ലാമിക പൗരാണിക പൈതൃക സാന്നിധ്യങ്ങളുടെ ഒരു പുനരാവിഷ്കാരം, അവരവരുടെ കരവിരുതുകളിൽ വിരിഞ്ഞ പ്രത്യേകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതുപോലെ കൊച്ചുകുട്ടികളുടെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ, എക്സ്പെരിമെന്റുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് അബുലൈസ നിസാമി, മുഹമ്മദ് അലി സഖാഫി, മുഹമ്മദ് സിനാൻ, ഷാഹിദ് അമീൻ തുടങ്ങിയവർ എക്സ്പോയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കൃഷിഭൂമി പരിവർത്തനത്തിനായി കമ്പിവേലി കെട്ടിയതോടെ ദുരിതത്തിലായത് അയൽ കർഷകർ. വഴി നഷ്ടപ്പെട്ട കർഷകർ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമില്ല. അരിഞ്ഞിപ്പാടം കൽപ്പാത്തി സ്വദേശി ഉണ്ണികൃഷ്ണനാണ് കൃഷിപ്പരമ്പിൽ കമ്പിവേലി കെട്ടി അയൽ കർഷകരുടെ വഴിയടച്ചത്. ഏലപ്പള്ളി 1 വില്ലേജിലെ നെയ്തല പാടശേഖര സഭയിൽപ്പെട്ട വടക്കോട് പ്രദേശത്ത് 3 ഏക്കർ കൃഷിഭൂമിയുടെ വരമ്പിൽ കമ്പിവേലി കെട്ടിയതിനെതിരെ കൃഷി ഓഫീസർക്കും വില്ലേജ് ഓഫീസർക്കും അയൽ കർഷകർ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. കൃഷി ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് കമ്പിവേലി കെട്ടിയത്. ഇതോടെ അയൽ കർഷകർക്ക് വാളയാർ ജലസേചന പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാതാകുകയും കൊയ്ത്ത് യന്ത്രവും ട്രാക്ടറും വന്നിരുന്ന വഴി അടയുകയും ചെയ്തു. 2028 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചും കൃഷി ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും റിപ്പോർട്ട് അവഗണിച്ചും ഉണ്ണികൃഷ്ണൻ കെട്ടിയ കമ്പിവേലി അഴിച്ചു മാറ്റാനും അയൽ കൃഷിഭൂമിയിലേക്കുള്ള വഴി തടസ്സപ്പെടാതിരിക്കാനും നടപടി ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൃഷിയും കൃഷിഭൂമിയും വികസനത്തിനായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ ഉദ്യോഗസ്ഥർ തന്നെ തുരങ്കം വയ്ക്കുകയാണ്. ഹെക്ടർ കണക്കിന് കൃഷിഭൂമി ഇല്ലാതാകുന്ന ഭൂമി പരിവർത്തനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടിയും ആവശ്യപ്പെട്ടു. ഈ പറയുന്ന ഏക്കർ കണക്കിന് വരുന്ന ഒരുപാട് കർഷകരുടെ കൃഷിഭൂമിയിലേക്ക് കൃഷിക്കാവശ്യമായ വാഹനങ്ങൾ ഇറക്കാനോ കൊയ്ത്ത് യന്ത്രങ്ങൾ ഇറക്കാനോ ആ കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പോകാനോ വാളയാർ കനാലിലെ വെള്ളം, ഈ കാണുന്ന കനാലിലെ വെള്ളമാണ് ഈ കാണുന്ന കൃഷിയിലൂടെ താഴേക്കുള്ള കർഷകർക്ക് പോകേണ്ടത്. അതുപോലും പോകാൻ സമ്മതിക്കാതെ 2 പുകൽ കൃഷി ചെയ്യാൻ കഴിയാതെ തരിശായി കിടക്കുന്ന കർഷകരും ഇതിന് താഴെയുണ്ട്. ഈ കാരണത്താൽ ഈ അനധികൃതമായിട്ടുള്ള പരിവർത്തനം നടത്താൻ, മനഃപൂർവ്വം പരിവർത്തനം നടത്താൻ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘനം നടത്തി അതിന് കൂട്ടുനിന്നുകൊണ്ട് പൊതുമുതൽ കൊള്ളയടിച്ചവനെ കൂട്ടുനിന്നുകൊണ്ട് ഉള്ള വാളയാർ കനാലിലെ അവർക്ക് കൂട്ടുനിന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് DYFI മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് DYFI ജില്ലാ സെക്രട്ടറി R ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവിഷനായിരുന്ന പാലക്കാട് ഡിവിഷൻ എന്നാണ് ഒരു സ്ഥിതി ഉണ്ടായത്. സേലം ഡിവിഷൻ വെട്ടിമാറ്റിയപ്പോൾ വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടായി. അന്ന് കോൺഗ്രസാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. കോൺഗ്രസ് അന്ന് UPA-യുടെ ഭരണം ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി UPA ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ CPI-യുടെ നേതൃത്വത്തിൽ, ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോ അന്ന് ഈ പാലക്കാട്ടിലെ ജനങ്ങളോട് കോൺഗ്രസ് പറഞ്ഞത് സേലം ഡിവിഷൻ വ്യക്തി മാറ്റിയതിൽ നിന്നും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലായി കോച്ച് ഫാക്ടറി പാലക്കാട് യാഥാർത്ഥ്യമാക്കി തരും, ആയിരക്കണക്കിന് വരുന്ന യുവാക്കളുടെ തൊഴിലവസരം ഞങ്ങൾ ഉണ്ടാക്കി തരും, നിങ്ങൾ ഇതിൽ പ്രയാസപ്പെടുന്നതായിട്ടില്ല എന്ന വാഗ്ദാനമാണ് നൽകിയത്. ഈ കഴിഞ്ഞ ദിവസമാണ് ജോൺ ബ്രിട്ടാസിന് മറുപടിയായി പാർലമെന്റിൽ മറുപടി പറഞ്ഞു, കോച്ച് ഫാക്ടറി ഇനി പാലക്കാടിനില്ല, കേരളത്തിന് ഇനി കോച്ച് ഫാക്ടറി ഇല്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുന്ന ഒരു സ്ഥിതിവിശേഷമെത്തി. ആരാണ് യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടത്? ഇതിന് കോൺഗ്രസ് മറുപടി പറയണം. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TP ഷഫീഖ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AN നീരജ്, വൈസ് പ്രസിഡന്റ് A മുനീർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C രാഗേഷ്, MN സുദീപ്, അബ്ദുൽ മുത്തലീഫ്, SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാദുലി എന്നിവർ സംസാരിച്ചു.
കൃഷി പരിപാലനവും നാടിൻ്റെ സമാധാന പരിപാലനവും ഒരുപോലെ വഴക്കമാണ് ചിറ്റൂർ നല്ലപ്പള്ളി സ്വദേശി ആർ രാഹുലിന്. പോലീസുകാരനായ രാഹുൽ കർഷകനായതോടെ അറ്റൻഷനിൽ വിരിഞ്ഞത് 100 മേനിയുടെ ഓണപ്പൂക്കളായിരുന്നു. പാലക്കാട്ട് നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. കർഷക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും കൃഷിയോട് അകലം പാലിച്ചായിരുന്നു രാഹുലിന്റെ ജീവിതം. പോലീസ് സേനയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച രാഹുൽ മണ്ണിനോട് ചേർത്ത് വയ്ക്കാൻ തുടങ്ങിയത് 2022 മുട്ടിക്കുളങ്ങര ക്യാമ്പിൽ ആരംഭിച്ച പച്ചക്കറി തോട്ടത്തിന്റെ ഇൻചാർജ് ലഭിച്ചതോടെയാണ് രാഹുലിനെ കർഷക പാരമ്പര്യം ഉണർന്നു പ്രവർത്തിച്ചത്. പച്ചക്കറി കൃഷിക്ക് പുറമെ വിവിധ വിളകൾ വിളയിച്ച് വിജയം കൊയ്ത രാഹുൽ നല്ലേപ്പള്ളിയിലെ സ്വന്തമായ 30 സെന്റിൽ പൂക്കൃഷിയും ആരംഭിച്ചു. ക്രമസമാധാന പരിപാലന തിരക്കിനിടയിലും ഹൈബ്രിഡ് ചെണ്ടുമല്ലി നട്ടുപിടിപ്പിച്ച് വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് രാഹുൽ. ഡ്യൂട്ടി കഴിഞ്ഞ് കിട്ടുന്ന ഇടവേളകളാണ് കൃഷിപാലനത്തിനായി നീക്കിവെച്ചത്. തൈ വെച്ച് പിടിപ്പിക്കൽ മുതൽ മണ്ണ് കൂട്ടലും വളമിടലും വിളവെടുക്കലും വരെ തനിയെ ചെയ്യുകയായിരുന്നു. വിപണിയിൽ 250 രൂപ 300 രൂപ വിലയുള്ള പൂവിന് രാഹുൽ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും പാതി വിലയ്ക്കാണ് നൽകാറ്. രാഹുലിന്റെ പിന്തുണയുമായി മാഞ്ചിറ LP സ്കൂളിലെ ടീച്ചർ, ഭാര്യ ശിശിരയും മക്കളായ ഹൃതികയും സ്വതികയും അച്ഛനൊപ്പമുണ്ട്. അപ്പോൾ ഞാനൊരു മനസ്സിൽ തോന്നിയത് പൂക്കൃഷി നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു ആലോചന മുൻ വർഷങ്ങളിലൊന്ന് ചെറിയ രീതിയിൽ ചെയ്തിരുന്നു. ഇന്ന് വിപുലമായി ചെയ്യാവുന്ന രീതിയിൽ. എൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അന്യ സംസ്ഥാനങ്ങളിലുള്ള വില വർധനവ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ തുടങ്ങാൻ. പിന്നെ ചെടികൾ, കൃഷി എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ഐശ്വര്യത്തോടുള്ളതാണ്. അതൊരു കൃഷിയോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടിയാണ് ഇതിൽ വന്നത്. നെൽകൃഷി ചെയ്യുന്ന പാടമാണ്, അതിനെ മാറ്റി പ്രാവശ്യം ഒരു ചെണ്ടുമല്ലി കൃഷി തോട്ടത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തന്നെ അതിശയത്തോടുന്ന രീതിയിൽ തന്നെയാണ് നല്ല രീതിയിലാണ് കൃഷി കിട്ടിയിട്ടുള്ളത്. അത് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും പരിസരത്തുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ, അതിനെ അറിയുന്ന എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു ആഗ്രഹത്തോടുകൂടി തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ്. അത് വിജയിച്ചതിൽ നല്ല സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലം മാറ്റാത്ത സൗഹൃദവുമായി ഷൊർണൂർ KVR ഹൈസ്കൂളിലെ 1999 SLC ബാച്ചിന്റെ സംഗമം സംഘടിപ്പിച്ചു. കാലം കടന്നുപോയാലും സ്കൂൾ സൗഹൃദങ്ങൾക്ക് പ്രായമില്ല എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ചുകൂടിയ വിദ്യാർത്ഥികൾക്ക് ഈ സംഗമം മറക്കാനാകാത്ത അനുഭവമായി. 1999 SSLC ബാച്ചിലെ 36 പൂർവ്വ വിദ്യാർത്ഥികളും അന്നത്തെ ഹെഡ് മാസ്റ്റർ ഭവദാസൻ ഉണ്ണി മാഷ്, ചന്ദ്രശേഖരൻ മാഷ് ഉൾപ്പെടെ 24 അധ്യാപകരും അവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി. വളരെ സന്തോഷം. കാരണം നമ്മൾ 2 ദിവസത്തിനുള്ളിൽ ഓണം വളരെ ആഹ്ലാദകരമായ ഒരു ദേശീയ ആഘോഷം നടത്താൻ പോവാണ്. അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ വന്നോണം പോയിക്കോണം പല ഓണത്തിന്റെ കാര്യങ്ങളും പത്രങ്ങൾ പരസ്യദ്വാര കാണാറുണ്ട്. ഇതൊരു മുന്നോണമാണ്. ഞങ്ങളെ സംബന്ധിച്ച് തിരുവോണത്തിന്റെ അന്നുള്ള ഓണത്തിനേക്കാൾ വളരെ സന്തോഷകരമായ ഒരു മുന്നോണം ഇവിടെ 27 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചില കാര്യങ്ങളും മുഖങ്ങളും മുന്നോട്ട് കൊണ്ടുവന്ന് അന്ന് മുതൽ ഇന്ന് വരെ തുടർച്ചയായി ഓണം ആഘോഷിച്ചതായിട്ടുള്ള ഫീലിംഗാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വെറും വാക്ക് പറയുന്നതല്ല. ഞങ്ങൾ ആ ഓർഗനൈസേഷൻ വളരെ ഗംഭീരമായിട്ടുണ്ട്. സന്ദർഭം, സമയം, അതിനെടുത്ത ബുദ്ധിമുട്ടുകളൊക്കെ വളരെ ഫലവത്തായിരിക്കുന്നു. ഒരു ഉത്സവ ഛായയിലാണ് ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അധ്യാപകരെ സ്നേഹപൂർവ്വം ആദരിച്ച ചടങ്ങ് കേവലം ഒരു കൂട്ടായ്മ എന്നതിലുപരി ഒരു കുടുംബ സംഗമത്തിന്റെ ഊഷ്മള അന്തരീക്ഷമാണ് സമ്മാനിച്ചത്. പഴയ ക്ലാസ് മുറികളിലെ ഓർമ്മകളും അധ്യാപകരുടെ ശിക്ഷണവും കൂട്ടുകാരുമൊത്തുള്ള വിശേഷങ്ങളും പങ്കുവച്ച് എല്ലാവരും സന്തോഷം പങ്കിട്ടു. കാലത്തിന്റെ മാറ്റങ്ങൾക്കിടയിലും സ്കൂൾ ജീവിതത്തിൽ രൂപപ്പെട്ട സൗഹൃദങ്ങൾക്കും അധ്യാപകരോടുള്ള ആദരവിനും ഇന്നും മങ്ങലേറ്റിട്ടില്ലെന്ന് സംഗമം തെളിയിച്ചു. വിദ്യാർത്ഥികളോടൊപ്പം കുടുംബാംഗങ്ങളും പങ്കെടുത്തത് പരിപാടിക്ക് കൂടുതൽ മാനവകാരിത പകർന്നു. കാലം കടന്നുപോയാലും സ്കൂൾ സൗഹൃദങ്ങൾക്ക് പ്രായമില്ല എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന ഈ സംഗമം 1999 SSLC ബാച്ചിന്റെ കൂട്ടായ്മയുടെ ചരിത്രത്തിൽ ഒരു മനോഹര അധ്യായമായി മാറി. SNDP യോഗം പരുത്തിപ്പുള്ളി ശാഖയുടെ നേതൃത്വത്തിൽ 172ാം ശ്രീനാരായണ ഗുരു ജയന്തിയും ചതയ ദിനാഘോഷവും ആഗസ്റ്റ് 28-ന് വെള്ളിയാഴ്ച സമുചിതമായി ആഘോഷിക്കും. വെള്ളിയാഴ്ച രാവിലെ 8:30 പതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SNDP യോഗം പരുത്തിപ്പുള്ളി ശാഖയുടെ നേതൃത്വത്തിൽ 172ാം ശ്രീനാരായണ ഗുരു ജയന്തി ചതയ ദിനാഘോഷം ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച പരുത്തിപ്പുള്ളി ഗുരുമന്ദിരത്തിലും SM കൺവെൻഷൻ സെന്ററിലും സമുചിതമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹി അറിയിച്ചു. രാവിലെ 10 മണിക്ക് ഗുരുസന്ദേശ പ്രഭാഷണം, 10:30 തിരുവാതിരകളി, കുട്ടികളുടെ കലാപരിപാടികൾ, ഉച്ചയ്ക്ക് 12 മണിക്ക് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ്, ട്രോഫി വിതരണം, 12:30 ഗുരുവിന്റെ പിറന്നാൾ സദ്യയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങളുടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ നാരായണീയരുടെയും ഈ മൈക്രോ ഫിനാൻസ് അംഗങ്ങളുടെയും യൂത്ത് മൂവ്മെൻറ്റ് അംഗങ്ങളുടെയും സഹായ സഹകരണത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വർഷം കൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മഴ നമുക്കൊരു ഇതായിട്ട് മാറില്ല. അത് ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് അതും കൂടി മാറിക്കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടാവും.
MS കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ ആ പരിപാടിയിലേക്ക് ആദ്യമായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഞങ്ങൾ ഈ വേളയിൽ കൂടി ക്ഷണിക്കുകയാണ്. അന്ന് പിള്ളേരുടെ പിറന്നാൾ പ്രസാദ കൂട്ടുകൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നുള്ളൂ. അതുകൂടാതെ എടുത്തു പറയാവുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വ്യാസൻ അദ്ദേഹമാണ് നമ്മളിവിടെ പ്രഭാഷണം നടത്താൻ വേണ്ടി ഈ മണ്ണിലേക്ക് കാലെടുത്ത് കൊടുക്കുന്നത് എന്നുകൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ 172ാം ജന്മദിനാഘോഷത്തിൽ കഥാകൃത്തും എഴുത്തുകാരനായ ശ്രീ വ്യാസൻ അവർക്കുള്ളാണ് നമ്മുടെ വിശിഷ്ടാതിഥി. അമൃത TV ഡിജിറ്റൽ മീഡിയ ബെസ്റ്റ് സ്പിരിച്വൽ ബ്ലോഗർ എന്ന അവാർഡും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളെ മനുഷ്യ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി ഇമാനുവൽ സിൽസിൽ ഓണം പൊന്നോണം ലാഭോത്സവം നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പട്ടാമ്പി ഇമാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനമാണ് ഉത്രാടം ദിനത്തിൽ രാവിലെ നടന്നത്. ശ്രീജ തിരുവേപ്പുറ, പ്രദീപ് കുമാർ കറുകപ്പുത്തൂർ, മിത്ര അനൂപ് വല്ലപ്പുഴ എന്നിവരാണ് സമ്മാനത്തിന് അർഹരായവർ. വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV എന്നിവയാണ് സമ്മാനമായി ലഭിച്ചത്. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുണികളുടെ ലോകം ഓണത്തിനൊരു വിശാലമായ കാഴ്ചപ്പാട് മാനവസത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഏറ്റവും വലിയ അഭിപ്രായം, ഞാൻ പലപ്പോഴും സർവീസൊക്കെ നോക്കി വരുമ്പോൾ ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ലയൺസ് ക്ലബ്ബ്, ആദിത്യ പിള്ളയുടെ ലയൺസ് ക്ലബ്ബിൽ ഞാൻ മിക്ക ഷോപ്പുകളിലും പോയപ്പോൾ ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ള, വൈവിധ്യമാർന്ന നിറങ്ങളുള്ള ഷർട്ടീസുകൾ. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മുരളീധരൻ വേളേരിമഠം, ഇമാനുവൽ സിൽക്സ് CEO TO ബൈജു, ഷോറൂം മാനേജർ T മൊബേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മറ്റ് സ്റ്റാഫ് അംഗങ്ങളും പങ്കാളികളായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ബ്രാൻഡുകളുടെ പുതുപുത്തൻ വസ്ത്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ദിവസവും നിരവധി പേരാണ് പുതുവസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂവിളിയും ആർപ്പോവിളിയുമായി നാടും നഗരവും ഓണാഘോഷത്തിവർപ്പിൽ. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിലിൽ അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ. നാടെങ്ങും ആഘോഷ പരിപാടികൾ തുടരുന്നു. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ നാടെങ്ങും നബിദിന റാലികൾ. വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന റാലികളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികൾ. വിവിധ പരിപാടികളുമായി മഹല്ല് കമ്മിറ്റികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.